ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം തന്നെ നമ്മളിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട്സ് മിക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വെള്ളം ഒഴിച്ച് നന്നായി നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ അത് നന്നായി മിക്സാക്കി അവിടെ നമുക്ക് മാറ്റി വെക്കാം. ആ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾക്ക് 4 കപ്പ് പാൽ നന്നായി തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 4 കപ്പ് പാലിന് 1 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 250 ml ഗ്ലാസ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായി മെൽട്ടായതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് കൈവിടാതെ ഒഴിച്ചൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണേ. കൈ വിട്ടാൽ പെട്ടെന്ന് കട്ട കുത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്സിമം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നന്നായി അതിൻ്റെ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഈ സ്റ്റേജിൽ ഞാനിവിടെ കസ്കസ് ഊറാൻ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഗുൽഹംദ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് വാട്ടർമെലൺ, ബനാന, ആപ്പിൾ, ഡേറ്റ്സ്, പിന്നെ നമ്മൾ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കസ്കസും ഗുൽഹംദുമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ച കസ്റ്റേർഡ് നന്നായി കട്ടയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ചൊരു അര ഗ്ലാസ് പാലും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി. അത് നല്ല ഒരു പത കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ ഫ്രൂട്ട്സായി ചേർത്ത് കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഒട്ടും ഒരു വെജിറ്റബിൾ ആണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ചൂട്ടിനും അതായത് ഈ നമുക്ക് അത്യാവശ്യം വയറൊന്ന് ഫില്ലാവാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്. പഞ്ചസാര ഒന്ന് ചേർക്കുന്നുണ്ട്, അതൊഴിച്ച ബാക്കി എല്ലാം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്